മലപ്പുറത്ത് സ്കൂൾ ബസ്സിലെ ദ്വാരത്തിൽ വിരൽ കുടുങ്ങിയ വിദ്യാർത്ഥിക്ക് രക്ഷകരായി അഗ്നിരക്ഷാസേന. ഇന്നലെ വൈകിട്ടാണ് 7ാം ക്ലാസ്സുകാരുടെ വിരൽ കുടുങ്ങിയത്. 1 മണിക്കൂർ നീണ്ട തീവ്ര ശ്രമത്തിനിടയിലാണ് ദ്വാരത്തിൽ നിന്നും ഈ വിരൽ പുറത്തെത്തിക്കാൻ കഴിയത്. ശാന്തകുമാർ വെള്ളാലത്താണ് നമുക്കിപ്പം ചേരുന്നത്. ശാന്തകുമാർ, ഇത് എന്തായിരുന്നു സംഭവം? ഇത് കൊണ്ടോട്ടിയിലെ ഒരു സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിട്ടതിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ ബസ്സിൽ, സ്കൂളിലെ ബസ്സാണ്, സ്കൂൾ ബസ്സിൻ്റെ സീറ്റ് അരികിൽ വിൻഡോ സൈഡിലെ സീറ്റിലിരിക്കുകയായിരുന്നു. ഈ കുഞ്ഞിൻ്റെ കൈയിൻ്റെ ഒരു വിരൽ ആ ബസ്സിൻ്റെ ആ വശത്തുള്ള ഒരു ദ്വാരത്തിൽ കുരുങ്ങുകയായിരുന്നു. ഏകദേശം സ്കൂളിന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് വീട്, കോടങ്ങാട് എന്ന സ്ഥലത്താണ്. അവിടെ ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വിരൽ കുടുങ്ങിയ കാര്യം കുട്ടിയും അറിയുന്നത്. തുടർന്ന് ബസ്സിലെ ജീവനക്കാരും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നുള്ള എത്തിയവരുമെല്ലാം അത് വലിയ ശ്രമം നടത്തി ഈ വിരൽ മാറ്റുന്നതിന് വേണ്ടി. പക്ഷേ ഫലം കണ്ടില്ല. അവിടെ നിന്ന് മറ്റുള്ള കുട്ടികളെയെല്ലാം ഇറക്കി മറ്റൊരു ബസ്സിലാക്കി ഈ ബസ് മലപ്പുറത്തുള്ള ഫയർ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. അതായത് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഇപ്പുറത്താണ് ഫയർ സ്റ്റേഷൻ. മലപ്പുറത്തെ ഫയർ സ്റ്റേഷനിൽ എത്തിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് പിന്നീട് അവിടെ നിന്നും ആ സീറ്റ് അഴിച്ചു മാറ്റുകയും പിന്നീട് അവിടെ ഗ്രൈൻഡ് ചെയ്ത് അവിടുന്ന് അതിൻ്റെ ഷീറ്റ് മുറിച്ച് മാറ്റി. അതിനെ തുടർന്നാണ് കുട്ടിയുടെ വിരൽ അവിടുന്ന് എടുത്തു മാറ്റാൻ കഴിഞ്ഞത്. വലിയ പരിക്കൊന്നും പറ്റിയില്ല, പക്ഷേ ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറെ നേരത്തെ ഭയപ്പാടുണ്ടായി എന്നുള്ളത് മാത്രമാണ് ഉണ്ടായത്. സേതു. ഓക്കെ ശാന്തകുമാർ, ശരി. ശാന്തകുമാർ വെള്ളാൽ തന്നെ വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.